ഇപ്പം എൻ്റെ മോളാണല്ലോ മരിച്ചിട്ടുള്ളത്. എന്താണ് ഈ സംഭവത്തിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടിയതാണ്. അപ്പോൾ അതെന്താണ് ഏതാണെന്നെല്ലാം അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ പറയുന്നേക്കേണ്ട ജോലിക്കായിട്ട് പോകുന്നതാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ മരണപ്പെട്ടു, എന്താണ് ഇങ്ങനെ ലോഡ്ജിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടുകൊണ്ടെന്നുള്ള വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കേസ് അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതെല്ലാം അറിയണം, അതിൻ്റെ പിന്നിൽ എന്താണെന്നെല്ലാം അറിയണം. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മറ്റുള്ളതൊന്നും പറയാനില്ല. കാരണം അത്രയും വിഷമത്തിലാണ്. നമ്മൾ മോളല്ലേ, നമുക്കാരും സംശയമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ജോലിക്ക് പോകണമല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു പയ്യൻ ഇല്ല നമുക്കറിയില്ല. ആര് ഞാനോ? അവള് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ നമ്മളെ വീട്ടിൽ വരും. എൻ്റെ അടുത്ത് നമ്മൾ ഇപ്പോൾ നേരത്തങ്ങളോട് പറഞ്ഞില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇടയ്ക്കിങ്ങനെ വരും. ഞാൻ എന്ത് ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് അറിയും, ജോലിക്ക് പോവുകയാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ പറയും. അങ്ങനെ കേസുകാരൻ്റെ കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമ്മൾ മറ്റുള്ള മക്കളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇതിന് മുന്നിലടക്കാനും ആൾക്കാരില്ല. നമ്മളൊരു സാധാരണ നമ്മളൊരു അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചു പോകുന്നില്ല നമുക്കറിയണം. കാരണം എന്താണെന്നോ, ഇതിപ്പോൾ ഇന്ന് എൻ്റെ മകൾക്ക് സംഭവിച്ചു, നാളെ വേറൊരുത്തൻ്റെ മകൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മക്കളാണ്. എല്ലാവരും നമ്മൾ നൊന്ത് തള്ളാരും നമ്മളും അച്ഛന്മാരും അമ്മമാരും ഉപ്പമാരും ഒക്കെ പാടെ കൂടി വളർത്തുന്നതാണ്. അപ്പോൾ അവർ ഒരു കരക്കാവുമ്പോൾ നമ്മളെന്തെങ്കിലും വല്ല ഇതിൽ പഠിച്ചതായി കഴിയുമ്പോൾ നമ്മൾ ജോലിക്ക് വിടും. നമ്മളെ പ്രതീക്ഷ എന്താണ്? നമ്മൾ മക്കളെ നല്ലൊരു ജോലി ചെയ്ത് കണ്ട് വരണം എന്നാണ്. പക്ഷേ ഇത് എൻ്റെ മകൾക്ക് ഇന്ന് സംഭവിച്ചു, നാളെ വേറൊരാളുടെ മക്കൾക്ക് ഏതോ മതം ആയിക്കോട്ടെ, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ആരോ ആയിക്കോട്ടെ, നാളെ പിറ്റേന്ന് ഇങ്ങനത്തെ ഒരു മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം പാടില്ല, വരരുത്. അതാണ് നമ്മളെ ആഗ്രഹം. നമ്മളെ മോളെ ഏതായാലും പോയി. അപ്പോൾ അതിന് വേണ്ടുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഇനി വരും തലമുറക്ക് ഇത് വരാൻ പാടില്ല. അതാണ് എൻ്റെ ഒരഭിപ്രായം.